നിന്നും ഇതാ ജപ്പാൻ ഓട്ട ട്രിപ്പിന് ശേഷം നമ്മുടെ കൂടെ ശ്രീ നിഹാൽക്ക അവറുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ജപ്പാൻ ട്രിപ്പ്? ജപ്പാനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം? ചോപ്സ്റ്റിക് കൊണ്ട് കഴിക്കണ ഫുഡ്. പഠിച്ചോ? ചോപ്സ്റ്റിക് കൊണ്ട് തിന്നു. ഈ നാട്ടിലത്തെ ഫുഡൊക്കെ ചോപ്സ്റ്റിക് ആണ്, പൂള കൂട്ടാനും എല്ലാം. അവിടെ പിന്നെ എല്ലുള്ള ഇറച്ചില്ല, ഫുള്ള് മറ്റേ ബോൺലെസ്. അടുത്തോണ്ട് ഞാൻ കഴിച്ച അപ്പോൾ നല്ല സുഖമാണ്, എൻജോയ് ചെയ്തു. എങ്ങനെയാണ് കമ്പനിക്കാരെ ഒപ്പല്ലാതെ പോയിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതൊക്കെ മിസ് ചെയ്തു വീഡിയോ. പക്ഷെ നമ്മളൊപ്പം പോണ സുഖം കിട്ടണില്ലല്ലോ. അതാണ് നമ്മൾ ചങ്ങായിമാര് പോകുമ്പോ രണ്ട് വൈബാണ്. മനസ്സിലായി. ഒറ്റക്ക് പോകുമ്പോ അങ്ങനെ ഒരു സോളോ വൈബ്. ഒറ്റക്ക് പോകുമ്പോ എപ്പോഴും നമുക്ക് ഒറ്റക്ക് പോണ പോലെയാണ് ഫീൽ ചെയ്യാ. എല്ലാരും ഇപ്പം പോകുമ്പോ നമുക്ക് എല്ലാരും പോണ രീതി. അതുണ്ട്, അനന്തേട്ടനും ബൈച്ചുണ്ടായിനി. അത് മനസ്സിലായി പൊട്ടാ, അതെനിക്ക് മനസ്സിലായി. അപ്പം ബഹുമാനപ്പെട്ട അഫീഫ് ഇതാ ഇവിടെ ഉണ്ട്. കോഴ്സുകൾ എടുത്ത് പഠിക്കാനാണ് എന്നോട് ആൾക്കാർ പറയുന്നത്. യുഗാണ് ഇപ്പോ. അപ്പൊ കോഴ്സുകൾ എടുക്കാനെല്ലാം പറയണേ. പക്ഷെ ഈ കോഴ്സ് എടുത്താൽ അല്ലേ ചെയ്യാ, നമ്മളെന്തിനാ ചെയ്യണത്? അതാണ് പ്രശ്നേ. വളവാ അഫീഫിന് മിക്കവാറും ഞാനുണ്ടല്ലോ നല്ല ഇതിന് തൊടു വാങ്ങി കൊടുക്കേണ്ടി വരും. നല്ല തെങ്ങ് കവുങ്ങ് അടക്ക. ഇവനെന്തിനാ വിടുക? അജു പറയും ആർക്കും ഒന്നും കിട്ടണില്ല. അതായത് എല്ലാവരോടും ഞാൻ അഭിപ്രായം ചോദിച്ചു, എന്തിനാണ് ഇവനെ വിടുക? ആർക്കും ഒന്നും പറയാൻ കിട്ടണില്ല. ഗെയിമിങ്ങിന് സ്വന്തമായിട്ട് കോഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, സ്ട്രീമിങ്ങിനും കോഴ്സും കാര്യമൊന്നുമില്ല. പിന്നെ എന്തിനാ വിടുക? എല്ലാത്തിനും കഴിവുണ്ട്. പക്ഷെ എവിടെ ഉപയോഗിക്കണം? കഴിവേറി ആവരുത് നമ്മള്. അതായത് അങ്ങനെയല്ല, കഴിവേറിയിട്ട് ഒരു പ്രശ്നത്തേക്ക് പോവാണ്. ഇപ്പം ഏതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റില്ല. പാട്ടുപാടും, മ്യൂസിക് പ്രൊഡക്ഷൻ പറയും. ഇപ്പൊ ഈ ഗിറ്റാർ പഠിച്ചാൻ പോകുന്നുണ്ട്. എന്നാ വിദ്യാഭ്യാസപരമായിട്ട് മാർക്കുണ്ട്, 90% മാർക്കുണ്ട്. എന്താ ചെയ്യാ? എന്നിട്ട് അഡ്മിഷനായിട്ട് എടുക്കണില്ല. എന്നാ തിന്നും ചെയ്യും നല്ലോണം, ചെലവും ഉണ്ട് പെരയില്. എന്നാ TV നന്നാക്കുന്നുണ്ട് സ്വന്തം. ഇലക്ട്രോണിക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യുകയും ചെയ്യുക. ഹായ്, വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ പരിപാടിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം നബീലിക്കു എല്ലാവരെയും അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്യണം, ഇന്നൊരു വണ്ടി പർച്ചേസ് ചെയ്യാൻ പോകണം. നബീലിക്കുവിൻ്റെ ഏറ്റവും പുതിയ വണ്ടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളെ വണ്ടൂർ ഭാഗത്ത് വന്നിട്ട് ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് നബീലിക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് റൈമിങ് വേർഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു വണ്ടി ഡെലിവറി ആയി മാറും എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. കാരണം വണ്ടി എടുക്കാൻ വന്നിട്ടുള്ള സ്ഥലം വണ്ടൂർ. ഈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി, അതാ വണ്ടിക്ക് സൂം ചെയ്യൂ. ഈക്കോ പേരതാടിയില് ഈക്കോ എന്ന് പറയുന്നത് വണ്ടിന്റെ പേര്. അത് താത്തി എടാ, അത് വാങ്ങിയോ? ഇവിടെ ഇങ്ങനെ കോപ്പറേറ്റരം കാട്ടാന്. ഈക്കോ എന്ന് പേരുള്ള ഈ ഒരു വണ്ടി വാങ്ങാൻ നമ്മളെ കൂടെ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഇക്കു. അതാണ് ഇന്നത്തെ വണ്ടിന്റെ ഡെലിവറിന്റെ പ്രത്യേകത. വണ്ടൂർ വന്ന് വണ്ടി വാങ്ങുന്നു, ഈക്കോ വാങ്ങാൻ ഇക്കു വരുന്നു. വണ്ടി പർച്ചേസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഡെലിവറി ഈ കാക്കാന്റെ കരിയറിൽ ആദ്യമായിട്ടാവും കേട്ടോ. വൻ വാഹന ഡെലിവറിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇങ്ങനെ പോണേ ഇത്. അപ്പൊ എന്തിനു യൂസ് ചെയ്ത വണ്ടി? ഇനി സെയിൽസിനല്ലേ? എന്തേനി നമ്മളത്? മസാല പൗഡറും കാര്യങ്ങളും അല്ലേ? ബിരിയാണി മസാല. ഏതെങ്കിലും കമ്പനീന്റെ ആവൂലേ? കൊച്ചിയാണല്ലോ രജിസ്ട്രേഷന്, എറണാകുളം രജിസ്ട്രേഷൻ ആണല്ലോ. മഞ്ചേരിയുള്ള. അപ്പോൾ വണ്ടി ഡെലിവറി അതിന്റെ എടാ ഐക്കോസുമോ കൊണ്ട് കുത്തിച്ചെല്ലി സൽമാൻ. 2,00,000 ഉള്ളൂ. ഇത് മറ്റേ സ്കൂൾ ബസ്സിന് അടിച്ചാൽ പെയിന്റ് അടിച്ചാൽ മതിയാ. നിർത്തി, വണ്ടിന്റെ പ്രത്യേകത കാണിച്ചു കൊടുക്കട്ടെ. അപ്പം ഇതാണ് നബീലെണ്ണം പർച്ചേസ് ചെയ്ത ഏറ്റവും പുതിയ വണ്ടി. നമ്മൾ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ്. അതായത് 2 ബൈക്ക് കയറ്റിയിട്ടുള്ള സൗകര്യമുള്ള വണ്ടിയാണ് ഇപ്പോൾ നബീലെണ്ണം വാങ്ങിയിട്ടുള്ളത്. അപ്പം നബീലെണ്ണന്റെ ഫെർമിഗോയിൽ എന്തെങ്കിലും ഡോഗ്സിന് ആവശ്യമായ കെയർ കാര്യങ്ങൾ വരുമ്പോൾ നബീലെണ്ണന്റെ ഒരു പ്രൊട്ടക്ഷൻ അവിടെ തന്നെ. അത് നബീലെണ്ണൻ അവിടെ സീറ്റിലുണ്ടാവും. നബീലെണ്ണന്റെ ഒരു എന്താണ് ഇൻസ്പെക്ഷൻ അല്ലല്ലോ, ഒരു മേൽനോട്ടത്തിന് എന്താ ഇംഗ്ലീഷ് പറഞ്ഞ സൂപ്പർവൈസിങ്. അതല്ല, 90% +2 സയൻസിൽ മാർക്കിട്ട് 2 ബഡോമാർക്ക് എന്തിട്ടില്ല സൂപ്പർവൈസിങ്ങിന്റെ ഇംഗ്ലീഷ് കിട്ടാതെ ഡിസ്ക് ആയിരുന്നപ്പോ +2 തോറ്റ നബീലാണ്. അല്ല, ഞാൻ +1 തോറ്റിനി, ഞാൻ എക്കണോമിക്സ് പൊട്ടിയതാ, ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പം +2 മിനിമം മാർക്ക് വാങ്ങി നേടിയ നബീലാണ് എന്ത് ചെയ്തത്, ആ ഒരു വേർഡ് നമുക്ക് കണ്ടുപിടിച്ചിരുന്നത്. സൂപ്പർവൈസർ ആണെന്നുള്ള നബീലെണ്ണം പറഞ്ഞ ആ കാര്യം പറഞ്ഞു. അപ്പം ഇക്കന്റെ പേര്
അബ്ദുൽ റസാഖ്. നല്ല റേറ്റിന് വണ്ടി വന്നത്. അപ്പം അബ്ദുൽ റസാഖാണ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് മിതമായ റേറ്റിൽ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് വിലപിടിപ്പുള്ള ആൾക്കാർ വിലപിടിപ്പുള്ള റേറ്റ് ഇട്ടെങ്കിലും നമുക്ക് മിതമായ റേറ്റിൽ ഈ വാഹനം നമ്മൾ വണ്ടൂർ സ്വദേശിയാണ്. അതാണ് നമ്മളെ നാട്ടുകാരൊരു പുർസത്ത്. താങ്ക് യു. അപ്പോൾ ഇതാണ് വണ്ടി കേട്ടോ. ഫ്രണ്ട് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CNG ആണല്ലേ. ഓ അപ്പൊ കുറ്റി എവിടെയാ? ഉള്ളും തുറന്നടാ. അല്ല കുറ്റി കാണുമോ? നമ്മളെ വണ്ടിയൊക്കെ CNG തന്നെയാ. ഓ ആർക്കും ഇടങ്ങാറില്ലാത്ത ഒരു ഏരിയയിലാണ് കുറ്റി അല്ലേ? ആ അത് കമ്പനി CNG ആണല്ലേ. ആ അപ്പോൾ ദാ CNG വാഹനമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓ കക്കടംപോലും അത് ഇപ്പം നമുക്കും പോവാലോ, നമുക്ക് എല്ലാവർക്കും പോവാം. എല്ലാവരും ബാക്കിലിട്ട് അട്ടി കിട്ടാൽ മതി. കറക്റ്റ് ഒരു ബെഡും തൽക്കണി വെക്കാനുള്ള ഒരു ഗ്യാപ്പ്. ഫ്രെയിം വെച്ചോക്കെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ വരുന്ന കേട്ടോ. ഡ്രൈവർ ഫ്രീ ആണ് നമുക്ക്. സെല്ലുമാണ് നമ്മളെ ഡ്രൈവർ. രണ്ട് ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട്. ആദ്യം ഫസ്റ്റത്തെ 2 ഡെലിവറി നമ്മൾ ചെയ്തെടുക്കും. ഞാനങ്ങനെ ഡ്രൈവർ ഫ്രീ അല്ലേ? ഉറപ്പല്ലേ? വണ്ടി വാങ്ങിയിട്ട് അത് പേരൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഡെലിവറിയാണ് ഈ 2 എണ്ണം. അപ്പൊ നമ്മള് വണ്ടിയിൽ ഇവിടെ ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാല് ഡോഗ് സൈറ്റ്, അതായത് ഡോഗ് സൈറ്റ് നമുക്കൊരു ബന്ധം ഉണ്ടാവും. നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. ഫുഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഫുഡ് കാര്യങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ ഈ വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്യാൻ പോവാണ്. സ്റ്റേജ് 1 ട്യൂണിങ് അല്ലെങ്കിൽ സ്റ്റേജ് 3 ട്യൂണിങ് ആണ് ഇത് ചെയ്യാൻ സ്റ്റേജ് 3 ട്യൂണിങ് ചെയ്തിട്ട് ഇതിന്മേ ഇപ്പൊ ഫിർമിഗോന്റെ പരസ്യങ്ങൾ കാര്യങ്ങൾ കൊടുക്കാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പിന്നെ ലൈറ്റിങ് സെറ്റപ്പ്, അതുപോലെ തന്നെ നമ്മളൊരു അക്രാപോവിക്കിന്റെ ഒരു എക്സോസ്റ്റ് കാര്യങ്ങളാണ് നമ്മളിതിൽ വെക്കാൻ വിചാരിക്കണത് അല്ലേ. ഡബിൾ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത്. അപ്പൊ എന്തായാലും വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഒറ്റ കുറ്റി എത്ര ലിറ്റർ എന്നറിയും? 9 8 കിലോ എന്നറിയില്ലേ? ആ വലിയ കുറ്റിയാ. നമ്മളെ കാറൊക്കെ എനിക്ക് തോന്നുന്നത് 6-7 ഒക്കെ ഉള്ളൂ. ഈ വണ്ടി പിന്നെ അപ്പൊ എത്ര റുപ്യ? 900 റുപ്യക്കോ? ഒരു 100 റുപ്യ. ഞങ്ങളെടുത്ത ടൈമിലും ഞങ്ങൾ അങ്ങനെ എടുത്തതാ. ഇപ്പൊ പെട്രോളിന്റെ പൈസ തന്നെ ആയി അല്ലേ? കാര്യമില്ലാതെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഡീസലും 30-40 റുപ്യയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. 10 റുപ്യ അല്ലേ? അങ്ങനെയാണ് CNG എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷെ CNG എടുത്തപ്പോ തന്നെ ഇപ്പൊ 10 റുപ്യ മാറ്റായി. ഞാൻ എടുത്തപ്പോ 90 ഇനിയിപ്പോ ഡീസൽ കൂടണം എന്നാലേ നമുക്കൊരു ഡീസൽ 110-120 വരണം. ഇനിയിപ്പോ ഡീസൽ കൂടിയാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ CNG കാർക്ക്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വെറുതെ CNG എടുത്ത പോലായി. ആ മൈലേജ് ഒരുപോലെ തന്നെ. റൗണ്ട് അടിക്കേ എന്നാ നീങ്ങിരിക്കേ. ആ ഇജ്ജ് മുന്നത്തെ സീറ്റിലിരുന്നോ? ഞങ്ങളെല്ലാരും ഇവിടെ ഇരിക്കാം. കാലൊക്കെ നീട്ടി നടക്കാൻ പറ്റൂ കേട്ടോ. അടക്കാൻ പറ്റുമല്ലോ. നടക്കാൻ പറ്റില്ല. ഇക്ക ഒന്ന് അടച്ചു തരുമോ? ആ താങ്ക് യു. നമ്മളിങ്ങോട്ട് തന്നെ വരും. നിങ്ങൾ തുറന്നാ മതി. ആ പുറത്തത് പിന്നെ ഞാൻ തുറന്നും വരണ്ടേ? അല്ല ഞങ്ങൾ തുറന്നോളും. ഞങ്ങൾ എടുത്ത് പോയിക്കോളും. താങ്ക് യു കേട്ടോ. മറ്റേ മൂപ്പര് ഉച്ചക്ക് കടന്നുറങ്ങാണ് തോന്നണേ. ഇപ്പൊ വരട്ടോ, പോരാ പോയി വരാം. ഓക്കെ അപ്പൊ ഇതാണ് ഇല്ല നമ്മളെ ആക്ഷൻ കിട്ടല്ലോ. പോയി വരാം. അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ നബീലാണ് സീം വണ്ടി. തീ പാറും ഇനി മുതല്. എങ്ങനെ ഒരു ഡെലിവറി അപ്പുറത്ത് നോക്കി ഇതാ സൽമാനെ പണമുള്ള പൂനുള്ളി മുടിയിൽ ചൊടി മണിക്കുട്ടി നീ എന്റെ മനസ്സ് നുള്ളി. പണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സിൽ നുള്ളി. പഞ്ചാര നിന്നെ കണ്ട് കണ്ണ് വയ്ക്കും. കാവാണ് ചെല്ലേറും
കരിനീലി പെണ്ണിന്റെ കാവാണ് കാവാണ്. അത് നല്ല പാട്ടാട്ടോ. അതും മറ്റതൊക്കെ എനിക്കല്ല ഇഷ്ടമുള്ള പാട്ട്. ഞാൻ പണ്ട് പാടിയ പാട്ട് അല്ലേ അഫിക്ക് ഓർമ്മല്ലേ? ഇത് പുതിയ പാട്ടല്ലേ കാവാണ്? പുതിയതാണ്. ഇതിന്റെ മുന്നേ മറ്റേ പരിപാടി മറ്റേതാണല്ലോ തരിപ്പൊന്നെന്തിനാ തഞ്ചാവൂര് പട്ടെന്തിനാ തങ്കം തെളിയണ പട്ട് തിളങ്ങണ ചന്തം നിനക്കാടേ. അടുത്ത വരി എന്താ? ചെണ്ടും കൊണ്ട് പണ്ട് പോലെ പറക്കാടേ വെള്ളിപ്പാദസരം കാലിലും പോകും കണ്ണു വെച്ചു പോകും കന്നിക്കതിരാണേ മുല്ലകേറി പൂത്ത വള്ളിപ്പടർപ്പാണോ കൂന്തൽ മണികളിൽ വെള്ളി വെളിച്ചാണേ. അങ്ങനെ ഒരു പാട്ട്, നല്ല പാട്ടാ. അതും ഇതൊക്കെ ട്യൂണ് അടിപൊളി ട്യൂണാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളിപ്പോ പട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുതലാളിമാർ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് ഊട്ടിപ്പട്ടി, ഇത് പൊമേറിയൻ, ഇത് കെയിൻ കോർസോ, ആസിബോ. ഇല്ലു വലിയ പട്ടിനെ പിടിച്ചു. ഇതാ ആസിബ്, ഇതാ മറ്റേ പിറ്റ്ബുൾ ചിവാവ അങ്ങനെ ഫീൽ ഉണ്ടാവുക. അങ്ങനത്തെ ഫീൽ ആവുക എനിക്ക് അവിടെ നിന്ന് വരാ അറിയാം. അല്ല ഇവിടെ ചവിട്ടിയല്ലേ നമ്മളെ കൊടുന്നച്ച വണ്ടി എടുക്കാനു ഐക്രോസേ ആ പെരയിലേ. അടുത്ത ട്രിപ്പ് നമ്മൾ എങ്ങോട്ടാ പോവാ? നമുക്ക് എല്ലാവർക്കും പോണം. നമ്മള് കൊറേ പോയിട്ട് അപ്പൊ നമ്മള് ചെക്കന്മാരെല്ലാരും അടുത്ത ട്രിപ്പ് എങ്ങോട്ട് പോകണം എന്നുള്ള എല്ലാവരും കമന്റ് ചെയ്യുക, ഗസ് ചെയ്യുക. നമ്മള് കുറെ പ്ലാൻ ഇടുന്നുണ്ട്, നടന്നിട്ടില്ല. എല്ലാവരും ഓരോ തിരക്കിലാണ്. എല്ലാവരും പണ്ടത്തെ പോലെ എല്ലാവരും ഒപ്പം കിട്ടില്ല. എല്ലാവരും അവരുടേതായ ബിസിനസ് തിരക്കുകളിലാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പറ്റണ പോലെ നമ്മള് കൂടാൻ പറ്റണ സൽമാനെ ആ കാക്കാന്റെ നെഞ്ചത്തേക്ക് സൽമാനെ എന്താ കൽപ്പിച്ചാ ഇങ്ങനെ വലിയ അല്ല പൈസ കൊടുത്തോളൂ. നിന്നെ പൈസ കൊടുത്ത നബീലല്ലേ? പൈസ കൊടുത്തതിന്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എന്നുവെച്ചി ഡോറും തുറന്ന പോരി. വെറുതെ ചൂടെടുത്തിരിക്കണ്ട പോരി.